ഇന്നലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന പ്രവാചകന്മാരാൽ നിർവഹിക്കപ്പെട്ടു പോകുന്ന മഹത്തായ ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ആ തുടർച്ചയെയാണ് ഇസ്ലാഹെന്നും നവോത്ഥാനമെന്നുമൊക്കെ നാം പറയുന്നത്. നമുക്ക് മുന്നേ നടന്നുപോയ മഹത്തായി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നിർവഹിച്ചു പോകുന്നതും പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യത്തിന്റെ തുടർച്ചയെന്ന നിലക്കുള്ള ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ആവർത്തനം നൂറ്റാണ്ടുകളായി തുടരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം, ആ ഉത്തരമാണ് നമ്മുടെ ഈ പ്രവർത്തനത്തെയും നമ്മുടെ ഈ അധ്വാനത്തെയും പ്രസക്തമാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഏതു കാലഘട്ടത്തിലും വിശുദ്ധ ഇസ്ലാമിന്റെ താൽപര്യങ്ങൾക്ക് സമാന്തരമായ ഒരു മതം രൂപപ്പെടും. ഇസ്ലാമിക സമൂഹം അവതരിപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് സമാന്തരമായി തന്നെ ഒരു ചിന്താപ്രസ്ഥാനം അതിനോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇസ്ലാമിനെ നയിക്കുന്നത് പ്രവാചകന്മാരാണ് എങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം അമ്പിയാക്കളാണ് എങ്കിൽ, ഇസ്ലാമിന്റെ സമാന്തരമായി സഞ്ചരിക്കുന്ന സംഘത്തിന്റെ നേതൃത്വം പുരോഹിതന്മാരായിരിക്കും. അമ്പിയാക്കൾ പഠിപ്പിച്ച ആദർശത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇത്തിക്കണ്ണികളായി നിന്നുകൊണ്ട് അതിന് ബദൽ സംവിധാനം അല്ലെങ്കിൽ ഒരു മറുഗ്രൂപ്പായി ഏതു കാലഘട്ടത്തിലും പൗരോഹിത്യം നിലനിന്നു പോന്നിട്ടുണ്ട്. പ്രവാചകന്മാർ ഈ ലോകത്ത് നിന്ന് അവരുടെ ദൗത്യം നിർവഹിച്ചു പോയി കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ സ്ഥാനം കൈയടക്കിക്കൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിച്ച ദീനിന് വിപരീതമായി സ്വയം റബ്ബുകളായി പുരോഹിതന്മാർ അവിടെ അവരോധിക്കപ്പെടും. അങ്ങനെയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ പിൽക്കാലഘട്ടത്തിൽ അവമതിക്കപ്പെടുന്നത്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അണികൾക്കിടയിൽ വിശ്വാസ വൈകല്യങ്ങൾ രൂപപ്പെടുന്നത്. അഥവാ പ്രവാചകന്മാരുടെ സ്ഥാനം കൈയടക്കി പുരോഹിതന്മാർ സ്വയം റബ്ബുകളാവും. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചത്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ അവർ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കി. പണ്ഡിത പുരോഹിതന്മാർ റബ്ബുകളാകുന്നത് എങ്ങനെയാണ്? അല്ലാഹു ഹലാലാക്കിയ കാര്യം ഇവർ ഹറാമാക്കും, അല്ലാഹു ഹറാമാക്കിയ കാര്യം ഇവർ ഹലാലാക്കും. സമൂഹത്തിൽ സ്ഥാനം നേടിയ പുരോഹിതന്മാർ ഈ രൂപത്തിൽ റബ്ബുകളായി മാറിക്കഴിഞ്ഞ് സമൂഹം ഈ പുരോഹിതന്മാരുടെ പിണിയാളുകളായി മാറിക്കഴിഞ്ഞാൽ പണ്ഡിതന്മാർക്ക് ഇബാദത്ത് ചെയ്യുന്ന ശരീഅത്തിന്റെ നിർമ്മാണത്തിന് അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്ന ഒരു സമുദായം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ സമുദായം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരായിത്തീരും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അമ്പിയാക്കൾ നിസ്വാർത്ഥരായ പ്രവർത്തകരാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിനെ സമർപ്പിച്ച് ജീവിക്കുന്നവരാണ് അമ്പിയാക്കളെങ്കിൽ, പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യവും അവരുടെ എയിമും അവരുടെ പ്രവർത്തനവും എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ നമുക്ക് വിശദീകരിച്ചു തന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പുരോഹിതന്മാർ സമൂഹത്തിൽ നിർവഹിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ജനങ്ങളുടെ മുതൽ അന്യായമായി ഭുജിക്കുമവർ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, രണ്ടാമതായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയും.
സത്യദീനിന്റെ യഥാർത്ഥമായ നിലപാടുകളിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ട് ബദൽ സംവിധാനങ്ങൾ രൂപീകരിച്ച് ഒരു ചൂഷക വർഗമായിട്ടായിരിക്കും സമൂഹത്തിലെ കാലഘട്ടത്തിലും പുരോഹിതന്മാർ പ്രവർത്തിക്കുന്നത്. ഈ പുരോഹിതന്മാരുടെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമാകുന്ന വടവൃക്ഷം മെല്ലെ മെല്ലെ അത് ഉണങ്ങുകയും അതിന് ബലക്ഷയം സംഭവിക്കുകയും ആ സ്ഥാനത്തേക്ക് പുരോഹിതന്മാർ എത്തിക്കണ്ണികളായി വളർന്നു വലുതാവുകയും ചെയ്യും. അപ്പോഴാണ് വീണ്ടും നവോത്ഥാനം നമുക്കിടയിൽ ആവശ്യമായി വരുന്നത്. ഇത്തിക്കണ്ണി പറിച്ച് പഴയ വടവൃക്ഷത്തെ പൂർണ്ണാർത്ഥത്തിൽ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്ന വലിയൊരു ബാധ്യതയാണ് നവോത്ഥാനം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, നവോത്ഥാനം എന്ന് പറയുമ്പോൾ പുതിയൊരു മതം ഉണ്ടാക്കാൻ നമുക്കില്ല, പുതിയൊരു ആശയം പറയാൻ നമുക്കില്ല, പുതിയതായ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാനില്ല. നേരെ മറിച്ച് അമ്പിയാക്കൾ പ്രമാണബദ്ധമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച തനതായ ദീനിന്റെ യഥാർത്ഥ രൂപത്തെ സമൂഹത്തിലേക്ക് പുനരാവിഷ്കരിക്കുക എന്നതാണ് നമ്മൾ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നവോത്ഥാനത്തിന് വേണ്ടിയാണ് ഇന്നലകളിൽ നേരത്തെ ഇവിടെ വിശദീകരിച്ച നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഐക്യസംഘമുണ്ടാക്കി. അത് പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമയായി രൂപപ്പെട്ടു. പിന്നെ അത് കേരള നദുവത്തുൽ മുജാഹിദിനായി വളർന്നു വലുതായി പടർന്നു പന്തലിച്ചു. ആ ഒരു പരിണാമത്തിന്റെ പ്രക്രിയയുടെ ചരിത്രം, പരിണാമ പ്രക്രിയയുടെ ചരിത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന നവോത്ഥാനം പ്രമാണത്തിലേക്കുള്ള ഈ തിരിച്ചുപോക്കാണ് നമ്മൾ തിരിച്ചറിയണം. പൗരോഹിത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഏതു കാലഘട്ടത്തെക്കാളും ആവശ്യമായ അനിവാര്യമായ ഒരു ദശാസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നമുക്കറിയാം, പൗരോഹിത്യം ഇടപെടുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളുണ്ട്. അതിലേക്കെല്ലാം കയറിപ്പോകാൻ നമുക്ക് സമയമില്ല. പൗരോഹിത്യം കൈവെക്കുന്ന ചില മേഖലകളുണ്ട്. മനുഷ്യരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, അവരുടെ ഈമാൻ തകർത്തുകൊണ്ട്, ഇസ്ലാമികമായ എല്ലാ മൂല്യങ്ങളിൽ നിന്നും അവരെ അടർത്തി മാറ്റിക്കൊണ്ട് പുരോഹിതന്മാർ കൈവച്ച് കടന്നു വരുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചികിത്സാരംഗം. നമ്മൾ വിചാരിക്കും ചികിത്സാരംഗം എന്ന് പറയുമ്പോ അത് നിസ്സാരമായി കണ്ട് ഏതെങ്കിലും വൈകല്യമുള്ള ഉസ്താദുമാരുടെ മുസ്ലിയാക്കന്മാരുടെ വാചക കസർത്തുകളിൽ ഒതുങ്ങിപ്പോകുമെന്ന്. ഒരിക്കലുമല്ല. തൗഹീദുള്ള മനുഷ്യരെ സത്യദീനിന്റെ സരണിയിൽ നിന്ന് പുറത്തേക്ക് തെറിപ്പിച്ചു കൊണ്ടുപോകുവാൻ എക്കാലഘട്ടത്തിലും പുരോഹിതന്മാർ കൈവച്ച ഒരു മേഖലയായിരുന്നു ചികിത്സാരംഗം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ കടന്നു വന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അത്തംഹീദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആലു ശൈഖിന്റെ കിതാബാണത്. ആ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നിടത്ത്, അഥവാ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബു തൗഹീദിന്റെ ശറഹായ അത്തംഹീദ് അവസാനിപ്പിക്കുന്നിടത്ത് ആലു ശൈഖ് പറഞ്ഞു വെക്കുന്ന ചില സംഗതികളുണ്ട്. എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിനിടയിലേക്ക് ശിർക്കിന്റെ വാദങ്ങൾ കടന്നു വന്നത് എന്ന്. ശിർക്കിന്റെ വാദങ്ങൾ അല്ലെങ്കിൽ തൗഹീദും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ശിർക്ക് എങ്ങനെയാണ് മെല്ലെ മെല്ലെ അരിച്ചു വരുന്നത് എന്ന് വിശദീകരിക്കുന്നിടത്ത് അത്തംഹീദിന്റെ അവസാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ചില ചികിത്സാരികൾ സമൂഹത്തിന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടും. അവർ വലിയ ഖാലിയമാരായിരിക്കും, ഉസ്താദുമാരായിരിക്കും. ഈ ചികിത്സാരികൾ കടന്നു വന്നുകൊണ്ട് ചികിത്സാ രംഗത്തിലൂടെ അല്ലെങ്കിൽ ചികിത്സാ വിധികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇവർ ചെറിയ മുറിവൈദ്യന്മാരായി നിന്നുകൊണ്ട് സമൂഹത്തിനിടയിൽ ഇടപെടുകയും മെല്ലെ മെല്ലെ ആ ചികിത്സാ വിധികളിലേക്ക് ശിർക്കുകൾ കടത്തിവിടുകയും കുഫ്റുകൾ കടത്തിവിടുകയും ആ ശിർക്ക് ബിദ്അത്തുകളിലൂടെ സമൂഹത്തെ സത്യമാർഗത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് അവർ തെറ്റിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ശിർക്കിലേക്ക് നയിക്കുന്ന, കുഫറിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാർ അവർ ഉപയോഗിക്കുന്ന ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ചികിത്സാരംഗം എന്നത്. അതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോ മാധ്യമങ്ങളിൽ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ പ്രസവമാണ്. വീട്ടിലെ പ്രസവം ഒരിക്കലും ഒരു വിവാദമല്ല. പാശ്ചാത്യ നാടുകളിൽ വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ ആധുനിക ലോകത്ത് മോഡേൺ സയൻസിന്റെ ഭാഗമായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കൃത്യമായ വിശുദ്ധന്മാരുടെ നിരീക്ഷണത്തിലും അതുപോലെ തന്നെ ആ സംവിധാനവും ആ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി വീട്ടിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിവാദ വിഷയമേ അല്ല ആധുനിക ലോകത്ത്.
നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് വീട്ടിലെ പ്രസവം വിവാദമാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ആ രംഗത്ത് ഒടുവിലായി നമുക്കിടയിലേക്ക് കടന്നു വന്നത് ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഏറ്റവും വലിയ വിശ്വാസ വൈകല്യം പരത്തിയ വികൃതമായ വിശ്വാസത്തിന്റെ ഉടമയായ ഒരു പുരോഹിതനിലൂടെയാണ്. അഥവാ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഡിഗ്രി എടുത്തൊരു വ്യക്തി എന്ന പേരിൽ അറിയപ്പെടുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മടവൂർ ഖാഫില എന്ന ഒരു ചാനലിലൂടെ വളരെ വളരെ വ്യാപകമായി ശിർക്കും കുഫ്റും വ്യാപിപ്പിച്ച ഒരു വ്യക്തി. ഈ കോഴിക്കോട്ടുകാരനായ മടവൂർവാസിയായ CM മടവൂർ എന്ന് പറയുന്ന ആള് മുദബ്ബിറുൽ ആലമാണ് എന്ന് ആവർത്തിച്ചുറക്കെ പ്രഖ്യാപിച്ചതിനു വേണ്ടി ഊരുതണ്ടി സമൂഹത്തിൽ അതിനുവേണ്ട എല്ലാവിധ ക്ലിപ്പുകളും ശേഖരിച്ച് സമൂഹത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ ശവ്വാലിൽ വീട്ടിലെ പ്രസവത്തിന്റെ പേരിൽ പിടിയിലായത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കുറിച്ച് മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞത് ഒരു ഡോക്ടറേറ്റിന് അർഹനാണ് എന്നാണ്. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ. ഇവിടെ ഇന്ന് ഞാൻ എനിക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു കുത്തുബിനെ കുറിച്ച് ഇത്രമാത്രം സംസ്ഥാനത്തിന്റെ ഉടനീളം നടന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് അറേബ്യൻ രാജ്യത്ത് പോലും പോയി അനുഭവസ്ഥരെ സമീപിച്ച് ഇത്രമാത്രം ത്യാഗസമ്പൂർണമായ ഒരു ചരിത്രം, ഒരു അനുഭവ സത്യം, ഒരു അനുഭവ ചരിത്രം ശേഖരിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ലത്തീഫ് ഉസ്താദിനെ കൂടാതെ. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ഡോക്ടറേറ്റിന്റെയും മൂല്യം നോക്കുമ്പോൾ സിറാജുദ്ദീൻ ലത്തീഫി ഉസ്താദിന് ഏറ്റവും ഒരു ഡോക്ടറേറ്റ് നൽകാനുള്ള ഒരു എല്ലാ അർഹതയും ഉണ്ട്. ഇവർക്ക് ഡോക്ടറേറ്റ് കൊടുക്കാൻ എല്ലാ അർഹതയും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഡോക്ടറേറ്റ്? കാര്യം ഈ കാലഘട്ടത്തിലെ കുത്തുബായ അഥവാ കുത്തുബുൽ ആലം എന്ന് പറയപ്പെടുന്ന മടവൂരിനെ സംബന്ധിച്ച് ഇത്രയും വലിയ പഠനങ്ങൾ നടത്തി അവതരിപ്പിച്ച ലത്തീഫി ഉസ്താദിന് ഡോക്ടറേറ്റ് കൊടുക്കണം എന്നാണ് മുസ്ലിയാക്കന്മാർ ആവശ്യപ്പെട്ടത്. എന്തായിരുന്നു ഡോക്ടറേറ്റിന് അർഹമാകുന്ന രൂപത്തിൽ ലത്തീഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ, സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ ഗവേഷണം, അദ്ദേഹം സമർപ്പിച്ച ഗവേഷണ പ്രബന്ധം പുതുതായി ഒന്നും ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇന്നലകളിൽ പുരോഹിതന്മാർ സമൂഹത്തെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചു പോന്ന ടൂളുകളിൽ ഒന്നായിരുന്നു ഈ ചികിത്സാരംഗം. വീട്ടിൽ പ്രസവിക്കലോ ഹോസ്പിറ്റലിൽ പ്രസവിക്കലോ അല്ല ഇവിടുത്തെ വിവാദം. വളരെ കൃത്യമായി മനസ്സിലാക്കിക്കോ. നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ സിസേറിയൻ ചെയ്തിട്ട് പഞ്ഞിയും കത്രിക അടക്കം ഉള്ളിൽ വെച്ചിട്ട് തുല്ലിക്കൊടുത്ത കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അങ്ങനെ നടക്കുമ്പോൾ വളരെ സുഖകരമായി KSRTC ബസ്സിൽ പ്രസവിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ചികിത്സാരംഗം കൈയടക്കിയിട്ട് മതകീയമായ മാനം അതിന് കൊടുക്കുകയും മതകീയമായ മാനം കൊടുക്കുക മാത്രമല്ല, ഈ ചികിത്സകളെ മുഴുവനും മതത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇവർ പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച് ബദൽ സംവിധാനം, മെഡിക്കൽ രംഗത്തെ ബദൽ സംവിധാനം ഇവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഇത് വളരെ വലിയ വിഷയമായി തീരുന്നത്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂറ്റമ്പാറ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. വിഷയം അതിന്റെ മെറിറ്റിൽ മനസ്സിലാക്കാൻ ആ പ്രസംഗം മാത്രം മതി. ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ചാനലുകളിലൊക്കെ രംഗത്ത് വന്നുകൊണ്ട് പറയും, ഞങ്ങൾക്ക് ഇതറിയില്ല, ഞങ്ങൾ ഇതുമായി ഇടപെടുന്ന ആളുകളല്ല, ഞങ്ങൾ മോഡേൺ സയൻസിന്റെ ആളുകളാണ് എന്നവർ പറയും. എന്നാൽ ഈ രംഗത്ത് അവർ പറഞ്ഞു വെക്കുന്ന ചില സംഗതികളുണ്ട്. എന്താണത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവർ പറയുന്നത്? അവിടെയാണ് പരിഹാരം ഉണ്ടാക്കി. ഇന്നും ഖാസിം വലിയുല്ലാഹി തങ്ങളെ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മളെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവി നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇന്നും നിലനിൽക്കുന്നു. എന്റെ പെണ്ണുങ്ങൾ 6 പ്രസവിച്ചു, 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. സുഖമായിട്ട് പ്രസവം നടക്കണം. പ്രസവം കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാന്നല്ലാതെ ഇവൾക്ക് ഗർഭമാണോ എന്ന് ഞാൻ ബേജാറായിട്ട് നടക്കലില്ല. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവരുടെ സ്വകാര്യത്തിന് ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭമാണ്, ഇവരെ ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാനും മെഡിക്കൽ കോളേജിൽ പിന്നെ പോരാ അല്ലേ.
ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ മർക്കസിലെ മുദരിസുണ്ട് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ അനുജനുണ്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും പെണ്ണുങ്ങൾ 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടിൽ നിന്നാണ് പ്രസവിക്കണം. ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം. എന്തേ? കാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ്? പ്രസവത്തിന്റെ വേദന കെട്ടിയിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല, പരിഹാരത്തിന് മാർഗമില്ല. അവിടെ ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് അവിടെയാണ് കാണിച്ചു. ആ കറാമത്ത് മുഖേന മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിമായി. കണ്ടോ? അപ്പൊ കാസിം വലിയുള്ളയെ കൊണ്ടുവരികയാണ്. പ്രസവം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. പ്രസവം മാത്രമല്ല, ദഹനം എന്നുള്ളത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുക എന്നുള്ളത് സ്വാഭാവികമായ പ്രക്രിയയാണ്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് മാത്രമല്ല, ജീവിവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ പാരമ്പര്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തിയതാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. ചില ആളുകൾ സുഖമായി പ്രസവിക്കും, പല ആളുകൾക്കും ദഹനേന്ദ്രിയ വ്യവസ്ഥ വളരെ കൃത്യമായി നടക്കും. പക്ഷേ അവിടെ നമുക്കൊരു വിശുദ്ധന്റെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഒരു ഹോസ്പിറ്റൽ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? ഒരു ഡോക്ടറെ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? ആ സ്വാഭാവികമായ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുമ്പോഴാണ്. അത് പ്രസവത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും. അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ഉദാഹരിച്ചത്. ഭക്ഷണം കഴിച്ചാൽ ദഹിച്ചു പോകുന്നു, അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. പക്ഷേ ഒരു ദഹനക്കേട് ഉണ്ടാകുമ്പോ സ്വാഭാവികമായും ഡോക്ടറെ അന്വേഷിക്കേണ്ടി വരുന്നു, വിശുദ്ധനെ അന്വേഷിക്കേണ്ടി വരുന്നു. ഇതുപോലെ പ്രസവം എന്നുള്ളത് സ്വാഭാവികമാണ്. ചിലപ്പോ 5, 10 ഒക്കെ വീട്ടിൽ പ്രസവിച്ചു എന്ന് വരും, അതല്ലെങ്കിൽ ബസ്സിൽ പ്രസവിച്ചു എന്ന് വരും, അല്ലെങ്കിൽ വഴിയോരത്ത് പ്രസവിച്ചു എന്ന് വരും, ഹോസ്പിറ്റലിൽ പ്രസവിച്ചു എന്ന് വരും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ആ പ്രക്രിയയിൽ തടസ്സമുണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ വിശ്വകരനെ ആവശ്യമായി വരും, ഡോക്ടറെ ആവശ്യമായി വരും. അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്ക് കാസിം വലിയുള്ളയെ കൊണ്ടുപോയി വെക്കുകയാണ്. കാസിം വലിയുള്ള അദ്ദേഹം കൊടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ പവർ കൊണ്ട് സുഖപ്രസവം നടക്കും, വേദനയില്ലാതെ പ്രസവിക്കുമെന്ന് പറയുന്ന ഒരു വിശ്വാസം അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഹോസ്പിറ്റൽ, എന്തിനാണ് ആശുപത്രി, എന്തിനാണ് ഡോക്ടർ? കാസിം വലിയുള്ളയുടെ വെള്ളമുണ്ടല്ലോ. അപ്പോ ഒരു സംവിധാനത്തിന് ബദൽ സംവിധാനം ഉണ്ടാക്കുകയാണ് ഇവർ. ആ ബദൽ സംവിധാനം കൊണ്ട് സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, അപകടകരമായ അവസ്ഥ മാത്രമല്ല, ശാരീരികമായി ഉണ്ടാകുന്ന, ഫിസിക്കലി ഉണ്ടാകുന്ന പ്രയാസം മാത്രമല്ല, ഈമാനികമായ തകർച്ച കൂടി അവർ അവിടെ സംഭവിക്കുന്നു. ഈമാനികമായി കൂടി അവർ അധപ്പതിച്ചു പോകുന്നു. ഇതൊരു മുസ്ലിയാരുടെ മാത്രം കഥയല്ല. വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ചു കടന്നു വന്ന മുസ്ലിയാക്കന്മാരൊക്കെ അവരെല്ലാം ചെയ്ത പ്രവർത്തനം അവർ പ്രസംഗിച്ചു വെച്ചതെന്താ? മറ്റൊരു മുസ്ലിയാരുടെ പ്രസംഗം കേട്ടോളൂ. പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന് ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാട് എന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവെടുത്തിട്ട് അങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ, ബദരീങ്ങളെ വിളിക്കോ, ബദർ ബൈത്ത് ചെല്ലോ. ബദർ ബൈത്ത് ചെല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചെല്ലും, മഞ്ഞക്കുളം മാല ചെല്ലോ, മുഹയ്യിദ്ദീൻ മാല ചെല്ലും, റിഫായി മാല ചെല്ലോ. ഇത് ചെല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അല്ലാതെ കട്ടും കിട്ടുമൊന്നും വേണ്ട, പ്രസവിക്കും. പ്രസവിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ആശുപത്രിയിലൊന്നല്ല എന്നെ പ്രസവിച്ച്, മൊയ്തീമാലും റിഫായിമാലും ചൊല്ലിയിട്ട് എന്നെ പ്രസവിപ്പിച്ചത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, അങ്ങനെ മൊയ്തീമാലും റിഫായിമാലും മഞ്ഞക്കുളന്മാരും വെറ്റില മന്ത്രിച്ചു കൊടുത്തിട്ടൊക്കെ പെണ്ണിന് പ്രസവിച്ചിട്ടാണ് നമ്മളെ ഉസ്താദുമാർ, ഈ കാണുന്ന കാരണന്മാരൊക്കെ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായവരുണ്ട്. നമ്മൾ മാത്രമല്ല, ഗോപാലൻ ചേട്ടനും അങ്ങനെ ഉണ്ടായതാവും, വർഗീസേട്ടൻ അമ്മയും ചിലപ്പോ അങ്ങനെയൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുഹീദ്ദീൻ മാല കൊണ്ട്, അല്ലെങ്കിൽ റിഫായി മാല കൊണ്ട്, അല്ലെങ്കിൽ ബദർ മാല കൊണ്ട്, അല്ലെങ്കിൽ നഫീസത്ത് മാല കൊണ്ട് പ്രസവിച്ചുകൊള്ളും, പ്രയാസപ്പെടണ്ട. അതുകൊണ്ട് എന്ത് തരത്തിലെ പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലും ഒരു സ്ത്രീയെ അതിന്റെ പേരിൽ അവിടെ നിർത്തുകയാണ്, അവർക്ക് ചികിത്സ തന്നെ തടയുകയാണ്. മുസ്ലിയാര് മുക്കി വീണ്ടും നഫീസത്ത് മാല ചെല്ലുകയാണ്, അതല്ലെങ്കിൽ വീണ്ടും ബദർമാല ചൊല്ലുകയാണ്. മാത്രമല്ല, ഒരു വിശ്വാസം സമൂഹത്തിന്റെ ഇടയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ചികിത്സയുടെ ആവശ്യം വേണ്ട, ഹോസ്പിറ്റലിന്റെ ആവശ്യം വേണ്ട. നേരെ മറിച്ച് നമ്മുടെ ബദർമാലയോ നഫീസത്തുമാലയോ കൂറി മുടിയും നമ്പള്ള തന്നെയെന്ന് കുട്ടി വിറക്കലിൽ ഇല്ലാ ശക്കുന്നോവർ.
ഈ ബദർമാല ചൊല്ലിയാൽ അല്ലെങ്കിൽ അസ്മാഉൽ ബദർ പറഞ്ഞാൽ അത് പറഞ്ഞു തീരും മുമ്പേ നിങ്ങളുടെ പള്ളയിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരും എന്ന ഒരു വിശ്വാസം പുരോഹിതന് ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും അവർക്ക് അവകാശപ്പെട്ടത് സ്വാഭാവിക പ്രസവം സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും അത് നടക്കുന്ന സംഗതിയാണ്. അതിന് എതിരായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് തടസ്സം ചെയ്യുക എന്ന പൗരോഹിത്യത്തിന്റെ ഏർപ്പാട്, ആ ഒരു പ്രതിസന്ധിയിൽ രോഗം ഉള്ള ഘട്ടങ്ങളിലെല്ലാം നമ്മൾ നോക്കൂ, ദീനിനൊരു സവിശേഷത, അമ്പിയാക്കൾ പഠിപ്പിച്ച ദീനിന്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ ഇളവുകൾ കൊണ്ട് അള്ളാഹു അവർക്ക് സംരക്ഷണം തീർക്കുകയാണ്. നോമ്പ് നോക്കുന്ന ആളുകളോട് പറയാണ്, വൈകുന്നു മരീലൻ ഔ അലാ സഫർ, നോമ്പ് നോക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രോഗികളാണെങ്കിൽ ഇളവ് കൊടുക്കുകയാണ്. അഖീമുസ്സല, നിങ്ങൾ നിസ്കരിക്കണം നിർബന്ധമായി എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിൽ രോഗിയാണെങ്കിൽ അതിന് ഇളവ് കൊടുക്കുകയാണ്. ഹജ്ജിന്റെ വേളകളിൽ പോലും രോഗിയാണെങ്കിൽ അതിൻ്റെതായ ഇളവുകൾ കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ. എന്ന് വെച്ചാൽ രോഗിയായ ഒരുത്തന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ അവന് സംരക്ഷണം ഒരുക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ, അമ്പിയാക്കളുടെ മതം ചെയ്യുന്നത്. നേരെ മറിച്ച് അത് പുരോഹിത മതത്തിലേക്ക് എത്തുമ്പോഴോ ഒരു രോഗിയെ പിഴിയാനുള്ള വഴികൾ തേടുകയാണ് അവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതോടൊപ്പം ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള വഴിയായത് മാറ്റുകയാണ്. ഇത്തരം വലിയൊരു പ്രമോഷൻ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നു, നിരന്തരമായി നടന്നു. ഒരു മുസ്ലിയാരോ രണ്ട് മുസ്ലിയാരോ അല്ല, നമ്മുടെ വിവാദ നായകനായി പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അടുത്ത മുസ്ലിയാർ പറയട്ടെ, ഈ കാലേതാ അന്നെ പോലത്തൊരുള്ള കാലം ഇതാണ്. ഈ കാലാണ് മുമ്പത്തെ കാലം പോലെ. എന്തത്തെ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് പറയാൻ വയ്യ. ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ തന്നെ 2 കുട്ടികളൊക്കെ പ്രസവം വീട്ടിൽ. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 പറ്റി വരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തോരി അന്നോടാരെ ഇതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യ കുട്ടി, എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ, കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, പ്രശ്നമില്ലാത്ത കേസ് ഉണ്ടാവും. പക്ഷെ പ്രശ്നമുള്ള കേസുണ്ട്. ആ പ്രശ്നമുണ്ടാകുന്ന ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? 3 മണിക്കൂറാണ് രക്തസ്രാവം, നിലക്കാത്ത രക്തസ്രാവം നടക്കുമ്പോഴും സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ നിർത്തിയത്. നിരന്തരമായി 3 മണിക്കൂർ നേരം നിലക്കാത്ത രക്തസ്രാവം ഉണ്ടാകുമ്പോഴും മടവൂർ ശൈഖിന്റെ സഹായം ഉണ്ടായിക്കൊള്ളും, ബദരീങ്ങൾ ഇറങ്ങിക്കൊള്ളും. അതുപോലെ തന്നെ മറ്റു മാർഗങ്ങൾ തേടി നമുക്ക് പരിഹാരമുണ്ടാക്കാമെന്ന വിശ്വാസത്തിൽ 3 മണിക്കൂർ നേരമാണ് ചികിത്സ നിഷേധിക്കപ്പെട്ട് ആ സഹോദരി ഇവിടെ ഉണ്ടായത്. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഈ പകര മുസ്ലിയാർ തന്നെ ഇത് ഓർത്തു വെക്കണം. കാര്യം ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് അവസാനം മനസ്സിലാക്കാനുണ്ട്. ഈ മുസ്ലിയാർ തന്നെ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ വേണ്ടതില്ല എന്ന് പറയുന്നത്? വീണ്ടും അദ്ദേഹം അതിന് പറയുന്ന ന്യായങ്ങൾ കേട്ടോളൂ. ഈ ആന പെറും എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങുറച്ച പ്രസവം വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3-ാം മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഇന്ന് ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറെ ഇല്ല. ഞങ്ങളതിനിട്ടില്ല. ജഫറൂലിയര് പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് ഇതൊക്കെ. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ വേറില്ല. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ സമ്മതം വേണം. അത് സുബിനൂപിക്കാത്ത ചെയ്യാൻ പോവാ, അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ബ്രോണം കീട് വരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്, വെള്ളം നിറഞ്ഞ. അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല.
സ്കാനിംഗ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. കണ്ടോ, വലിയ വാശിയിൽ വീറിൽ വാദിക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് വാള് പറയാണ്, പ്രസംഗിക്കുകയാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ പകര ഉസ്താദിന്റെ ഭാര്യയും ഗർഭിണിയായി, പകര ഉസ്താദിന്റെ കൂട്ടുകാരന്റെ ഭാര്യയും ഗർഭിണിയായി. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, കൂട്ടുകാരന്റെ ഭാര്യയുടെ പ്രസവം സ്റ്റെക്കായി അവിടെ നിന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും എന്താണ് അവിടെ ചെയ്തത്, എന്താ സംഭവിച്ചത്? വേറെ മുസ്ലിയാർ പറയട്ടെ, എന്താണ് അദ്ദേഹം പറയുന്നത്? പകര ഉസ്താദിന്റെ ഭാര്യ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ടില്ല. എല്ലാ പ്രസവവും പകരന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ്. അപ്പൊ പകരന്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കും. അപ്പോഴാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ്. പകര ഉസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു, ഈ പെണ്ണ് പെറ്റിട്ടില്ല. അവനിക്ക് വല്ല ബേജാറ് തുടങ്ങി. അപ്പോഴാണ് എപി ഉസ്താദ് ഇവിടെ ചാരിയത്ത് വരുന്നത്. പകര ഉസ്താദ് പറഞ്ഞു സങ്കടം, എന്റെ ഒരു സുഹൃത്ത് എന്റേത് കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട്, അവൾക്ക് ഇതുവരെ പ്രസവവേദന വന്നിട്ടില്ല ഉസ്താദ്. എ പി ഉസ്താദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട, നല്ല 3 വെറ്റില എടുത്തിട്ട്, നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ, ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് അതിൽ എഴുതണം ഒറ്റ അക്ഷരത്തിൽ ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത് ലിറബ്ബിഹാ വഹഖത്ത് വഇദൽ അർളു മുദ്ദത്ത് വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ വഅൽഖത് മാ ഫീഹാ. ആ സെന്റൻസ് കൊണ്ട് വെറ്റില അങ്ങ് പൂർത്തിയാക്കണം. അങ്ങനെ ഒരു വെറ്റില ചവച്ചറക്കാൻ കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം, മൂന്നാമത്തതും കൊടുത്താൽ ഈ 4 മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ. ഇത് വിശ്വസിക്കുന്നവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. കണ്ടോ, ഇത് വിശ്വസിക്കുന്നവനാണ്. ഇവരാണ് ചികിത്സാരിയും, ഇവരാണ് രോഗം നിർണയിക്കുന്നതും, ഇവരാണ് ഡോക്ടറും. ഇവർ രംഗം കൈയടക്കുകയാണ്. മനസ്സിലാക്കണം, ഇത് വെറും ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമല്ല. 2 രംഗത്തും, ഒന്നവന്റെ ദീൻ കൊള്ളയടിക്കുന്നു, രണ്ടവന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നു. രണ്ടും. പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവിടെയും പരിഹാരം നിർണയിക്കുകയാണ്, നിശ്ചയിച്ചു കൊടുക്കണം. എന്താ പരിഹാരം? വെറ്റിലയിൽ എഴുതി കൊടുക്കുക. ലോകാവസാനത്തെ പറ്റി പറഞ്ഞ മുഴുവൻ ആയത്തും അത് ചെയ്താൽ പ്രസവം നടക്കും, സുഖമായി പ്രസവിക്കും. അത് വെറ്റിലയിൽ എഴുതി കൊടുത്താൽ മതി. ആകാശം പൊട്ടിക്കീറുമ്പോ, നക്ഷത്രങ്ങൾ തുറന്നു വീഴുമ്പോ, മാത്രമല്ല ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി കിടുകിടാ വിറച്ചാൽ, വഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, അതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഭൂമി പുറത്തേക്ക് തള്ളിയാൽ, ഇങ്ങനെ ആയത്തൊക്കെ എഴുതി വെറ്റിലയിലാക്കി മടക്കി കൊടുത്ത് കഴിപ്പിച്ചാൽ മതി. ഇതിങ്ങനെ മൂത്ത് പോയതാണ് അവസാനം നമ്മൾ നോളജ് സിറ്റിയിൽ കണ്ടത്. പേര് നോളജ് സിറ്റി എന്നാണ്. ഇതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ രോഗാവലംബിയായി, ശയ്യാവലംബിയായി, അവസാനം ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ള ആ വിവരങ്ങൾ ഇങ്ങനെ ചർച്ചകളൊക്കെ നടന്ന അവസാനം മൂപ്പര് എഴുന്നേറ്റ് വന്ന് നടത്തിയ പരിപാടിയിൽ അദ്ദേഹം എന്താ ചെയ്തത്? അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. 3 വേണ്ട, 1 വേണ്ട. 3 വേണ്ട, 1 വേണ്ട. 3 വേണ്ട, 1 വേണ്ട. വേണ്ടാതെ എവിടെ പറഞ്ഞാൽ ഡോക്ടർ, വേണ്ടാതെ എവിടെ പറഞ്ഞാൽ ഡോക്ടർ. അൽഹംദുലില്ലാ. കണ്ടോ, ഒരു ദിവസം 3 ഡയാലിസിസ്. ആ വീരശൂര പരാക്രമി നമുക്കൊന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യുന്ന ആ വീരശൂര പരാക്രമി കണ്ണൂർ ജില്ലയിൽ ആരാണിതെന്ന് ചോദിച്ചിട്ട് ഇതുവരെ അഡ്രസ് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ഏതാണ് ഈ മഹാൻ? ഒരു ദിവസം 3 ഡയാലിസിസ് ചെയ്യുന്ന ആള്. അത്രമാത്രം പ്രയാസമാണ്. കിഡ്നിയൊക്കെ പോയിരിക്കുകയാണ്. അതിനെന്താ പരിഹാരം പറഞ്ഞത്? 1 വേണ്ട, 3 വേണ്ട, 3 വേണ്ട, 1 വേണ്ട. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട. ഇടപെടുകയാണ്. ഏത് രംഗത്ത്? ചികിത്സാ രംഗത്ത്. അത് കറാമത്തായി അവതരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞാൽ പിന്നെ വേണ്ട. സ്വാഭാവികമായും ഇതുപോലെ 100 കണക്കിന് മനുഷ്യർ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന മനുഷ്യർ, അവർ ഈ ആളുകളിൽ നിന്ന് പരിഹാരം തേടി ചെല്ലുകയാണ്. അവിടെയാണ് ഉറുക്കും നൂലും മന്ത്രവും വെറ്റിലയും ഇസ്മിന്റെ പണിയും പരോപകാരവും അങ്ങനെയുള്ള ഓരോ രംഗവും കൈയടക്കിയിട്ട് സമൂഹം ഈ പാവപ്പെട്ട, ഈ അശരണരായ, രോഗാതുരരായ മനുഷ്യരെ ഇവർ കൊള്ളയടിക്കുന്നത്. ഇതാണ് പൗരോഹിത്യത്തിന്റെ പ്രധാന മേഖല. അതുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്ന കാലഘട്ടം തന്നെ, അതിന്റെ തുടക്കം തന്നെ തൗഹീദിന്റെ സുന്ദരമായ ആ പ്രകാശമാനമായ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോ സ്വാഭാവികമായും അതിനെതിരെ ഈ പൗരോഹിത്യം ഇളകി വരുന്നത്. കാരണം വലിയൊരു വരുമാന മാർഗം,
നൂലിലൂടെ, ഐക്കലിലൂടെ, വെറ്റിലകളിലൂടെ പരോപകാര എന്ന പേരിൽ ഇവർ പഠിച്ചു കൊണ്ടുവരുന്ന പുസ്തകം, ആ പുസ്തകക്കെട്ടുകളിലുള്ള സംഗതികൾ നടപ്പാക്കിയിട്ട് ഒരു ഡോക്ടറുടെ സ്ഥാനത്ത്, ഒരു വൈദ്യന്റെ സ്ഥാനത്ത് ഇവർ അവരോധിക്കപ്പെടുകയാണ്. മനസ്സിലാക്കണം, ഇത് വ്യാപകമായി സമൂഹത്തിൽ ഏതൊരു ഉമ്മത്തിലും ഈ രൂപത്തിൽ ചികിത്സാരികളായി കടന്നു വരുന്ന പൗരോഹിത്യം രംഗം കൈയടക്കി മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് തെറിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. മാത്രമല്ല വേറൊരു മുസ്ലിം പറയുന്നത് കേട്ടോളൂ, ഇങ്ങനെ അത്ഭുതകരമായി ഐദ്രൂസ് തങ്ങളില്ലേ, മുസുസായിട്ട് എപ്പോഴും വരുന്ന തങ്ങള്, ആ ഇവിടെയുള്ള സൈദാർ വള്ളീന്റെ അടുത്തുള്ള ആ തങ്ങള് നേരിട്ട് എന്നോട് പറഞ്ഞതാ, അർശസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുകയാണ് തങ്ങളുപ്പാപ്പ. 10-30 കൊല്ലം മുന്നേയുള്ള കാര്യമാ പറയുന്നത്. ശേഖുനായുടെ ഖുതുബുൽ ആലമിന്റെ 30-31 ഉറൂസാണ് കഴിഞ്ഞത്. അതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അർശത്ത് കൊണ്ട് ബുദ്ധിമുട്ടി അന്നത്തെ കാലഘട്ടത്തിലുള്ള ഡോക്ടർമാർ പലരെയും കാണിച്ചു. എല്ലാവർക്കും ഇനി ഓപ്പറേഷനേ വഴിയുള്ളൂ. നേരിട്ട് ചെന്ന് ശൈഖുനായുടെ അടുക്കലേക്ക് ചെല്ലാൻ ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ ചെന്നിട്ട് ശൈഖുനയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയി. പറഞ്ഞു, വല്ലാതെ ബുദ്ധിമുട്ടുന്നു, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? തങ്ങളുടെ ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ട, ഓപ്പറേഷൻ വേണ്ട. സുബ്ഹാനല്ലാഹ്, 30 കൊല്ലം കഴിഞ്ഞു, ഇന്നും തങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? ഇന്നും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. സാധു ഇന്നും അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. CM അടൂർ പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ആള് സ്വന്തം ഭാര്യയെ തടഞ്ഞു വെച്ച് രക്തം ഇങ്ങനെ ഒഴുകുമ്പോഴും പ്രയാസപ്പെടുമ്പോഴും ശ്വാസം മുട്ടുമ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ കാരണം എന്തറിയോ? ഇവരുടെ ഈമാനാണ്, ഇവരുടെ വിശ്വാസമാണ്. ഇവരോട് പറയാണ്, വേണ്ട, അത് മടവൂർ ശരിയാക്കിക്കൊള്ളും, മടവൂർ അത് റെഡിയാക്കിക്കൊള്ളും, ഓപ്പറേഷൻ അങ്ങനെ നടന്നുകൊള്ളും. ഈ ഒരു വിശ്വാസം ഇവരുടെ ഉള്ളിൽ തിളപ്പിക്കുകയാണ്. എന്ന് മാത്രല്ല, ഇതിനെ ആരെങ്കിലും ലംഘിച്ചാലോ, ഇതിനെ ആരെങ്കിലും മറികടന്നാലോ അവിടെ ഭീഷണിയാണ്. ആ ഭീഷണി എന്താ? അത് കേട്ടോ. മഹാനായ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് ഭ്രാന്തുള്ള ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ആ സന്ദർഭത്തിൽ അവിടുത്തെ ഭർത്താവ് ബീരാൻ എന്ന് പറയുന്ന അവിടുത്തെ ആ ഭാര്യയുടെ ഭർത്താവ് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ വന്ന് ഭാര്യയുമായി കൂട്ടി വന്നുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി CM വലിയുള്ളാഹിയോട് പ്രയാസം അവതരിപ്പിച്ചപ്പോൾ, ഭ്രാന്ത് മാറാൻ വേണ്ടി അവിടത്തോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ്, അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക, എന്നാൽ അവർ ഭ്രാന്ത് മാറുന്നതാണ്. മഹാനവിടെ ഹവറത്തിൽ നിന്നതാ ആ ഭർത്താവ് ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോ പലരുടെയും അഭിപ്രായ പ്രകാരം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ശൈഖുനയുടെ വാക്ക് പരിഗണിക്കാതെ രണ്ടാമതാ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറോ ഖുതുബുൽ ആലമിനെ ധാരാളമായി പരിഹസിക്കുന്ന ഡോക്ടറാണ്, വല്ലാതെ പ്രയാസപ്പെടുത്തി കളിയാക്കുന്ന ഡോക്ടറാണ്. CM വലിയുള്ളാഹിയുടെ ഈ ചികിത്സാ രീതികളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അടുത്തേക്കാണ് ഈ പെണ്ണിനെ കൊണ്ടുപോയത്. ആ ഡോക്ടർ CM വലിയുള്ളാഹിയെ ധാരാളം കുറ്റം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനേതാ ആ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ നിലനിർത്തുകയാണ്, അഡ്മിറ്റ് ചെയ്യുകയാണ്. വലിയ ട്രീറ്റ്മെന്റുകൾ നടന്നു, വലിയ ചികിത്സകൾ നടന്നു. ഓരോ ദിവസം കൂടുന്തോറും ആ പെണ്ണിന്റെ ഭ്രാന്ത് കൂടി വരുന്നു, യാതൊരു ശമനവുമില്ല. ഖുതുബുൽ ആലം CM വലിയുള്ളാഹി ആ പെണ്ണിനിക്ക് വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ആ പെണ്ണിന് കിട്ടുന്നത് ഹോസ്പിറ്റലിലെ ചികിത്സയാണ്. ആ പെണ്ണിന്റെ ഭ്രാന്ത് കൂടി വരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ഭർത്താവിന് വല്ലാത്ത പ്രയാസമുണ്ട്. അവർ വീണ്ടും അതാ ഭാര്യയും കൂട്ടി ഖുതുബുൽ ആലമിന്റെ ഹളറത്തിലേക്ക് വരുന്നു. ഖുതുബുൽ ആലമിന്റെ ഹളറത്തിലേക്ക് വന്നപ്പോൾ അവിടത്തേക്ക് അടുത്ത് വന്ന് അവിടത്തോട് വന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുന്ന് പറഞ്ഞു, ഞാനല്ലേ അവൾക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തുകൊണ്ട് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിച്ചില്ല? അവർ പറഞ്ഞു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെയും എല്ലാം പറഞ്ഞപ്പോൾ മഹാൻ അവർക്ക് വലിയ ദേഷ്യം പിടിച്ചു. അവർ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ആ ഹോസ്പിറ്റൽ അവനിക്ക് വേണ്ട, ആ ഡോക്ടർ അവനിക്ക് ആ ഹോസ്പിറ്റൽ വേണ്ട, അവനിക്ക് ചാവാം, അവന്റെ ഭാര്യക്ക് സുഹൃത്തിന്റെ കൂടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ടതാ മഹാൻ അവർ തന്നെ ഒരു വെള്ളവസ്ത്രം എടുത്തുകൊണ്ട് ആ സ്ത്രീയെ ധരിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആ വെള്ളവസ്ത്രം അങ്ങ് ധരിപ്പിച്ചപ്പോൾ തന്നെ ആ സ്ത്രീയുടെ ഭ്രാന്തത മാറിടുന്നു. ഖുതുബുൽ ആലമിന്റെ വാക്ക് ലംഘിച്ചത് കൊണ്ട് ഭ്രാന്ത് കൂടിയെങ്കിൽ അതേ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ ഡോക്ടർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയും ആ ഡോക്ടർ ഭാര്യ മറ്റൊരാളെ കൂടെ അതാ ഒളിച്ചോടി പോവുകയും ആ ഹോസ്പിറ്റൽ ആ കുടുംബത്തിൽ നിന്ന് ഹോസ്പിറ്റലും പോയി, ഭാര്യയും പോയി, ഡോക്ടറും പോയി. എന്തേ കാരണം? ഖുതുബുൽ ആലം പറഞ്ഞാണ് എന്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. പക്ഷെ കൊണ്ടുപോയത് ഖുതുബുൽ ആലമിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മുദബ്ബിറുൽ ആലമിന്റെ മുരീദിനെ കൊണ്ടുപോയത്. ആ സാധു ഡോക്ടർ എന്ത് ചെയ്തു? ഡോക്ടർ മൊത്തത്തിൽ കാഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭീഷണികളുടെ കഥകളിൽ മെനയുകയാണ്.
ആരെങ്കിലും ഇത് ലംഘിച്ച് ഹോസ്പിറ്റലിൽ പോയാൽ ഇതൊക്കെയായിരിക്കും സംഭവിക്കുക. ഈ രൂപത്തിൽ ഒരു നിര തന്നെ, പ്രഭാഷണങ്ങളുടെ നിര തന്നെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. സിറാജുദ്ദീൻ ലത്തീഫിയുടെ പ്രശ്നം ഇങ്ങനെ വന്നു, വിവാദമായി. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഏറ്റെടുത്തു. അത് വലിയ വിവാദങ്ങളായി. മതവിരുദ്ധരായ ആളുകൾ, യുക്തിവാദികളായ ആളുകൾ മതത്തെ തള്ളാനും മതവിശ്വാസികളെ തകർക്കാനുമുള്ള ഒരു അവസരമായത് കണ്ടു മീഡിയകൾ അവർ വിശന്തുപ്പി. പ്രത്യേകിച്ച് മലപ്പുറമെന്നും ചട്ടിപ്പറമ്പും എന്നൊക്കെ കേൾക്കുമ്പോൾ അത് ആവോളം കത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സൂഫിസം പഠിപ്പിച്ചു വെച്ച തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിച്ചു കൊണ്ടുവന്ന് അത് ദീനായി അവതരിപ്പിക്കപ്പെട്ട് രംഗം കൊഴിപ്പിച്ച മുസ്ലിയാക്കന്മാരെല്ലാവരും ഇപ്പൊ കൂടൊഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ഈ വിവാദമുണ്ടായി കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊരു ചാനലിൽ വലിയൊരു ചർച്ച വന്നു. അതിൽ AP സമസ്തയുടെ ഒരു പ്രതിനിധി പങ്കെടുത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അത് കേട്ടു നോക്കൂ നിങ്ങൾ. ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഏത് ഉസ്താദ് പറഞ്ഞാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്ന ഉസ്താദുമാർക്കെതിരെ നിയമ നടപടിയാണ് വേണ്ടത്. ശ്രീ KB ബഷീർ, ഈ പറയുന്ന ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി, അത് AP സമസ്തയിൽപ്പെട്ടയാളല്ലേ? അദ്ദേഹം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഔദ്യോഗികമായി യാതൊരു ഭാരവാഹിത്വമോ പദവികളോ വഹിക്കാത്ത ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ഇവിടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത പ്രസംഗമോ അല്ലെങ്കിൽ ആശയങ്ങളോ ഒരിക്കലും ഞങ്ങളുടെ സംഘടന ഓൺ ചെയ്യുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോലും രംഗത്ത് വരികയോ ഒരു കാലത്തും, ഇപ്പോൾ ഈ വിവാദമായ സന്ദർഭത്തിൽ മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിലും വരികയോ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. AP സമസ്തയുടെ ഒരു സമ്മേളനത്തിലല്ലേ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചത്? ഒരിക്കലും അങ്ങനെ ആകാൻ വഴിയില്ല. അതേതാണ് പരിപാടി എന്ന് പോലും അറിയില്ല. ഏതെങ്കിലും സ്വകാര്യ ചടങ്ങുകളോ. ശരിയാണോ ബഷീർ? എന്തായാലും അവരുടെ AP സമസ്തയുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹി അല്ല ഈ ഉസ്താദ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ പരിപാടിയും അല്ല എന്ന്. പകരെ തന്നെ തള്ളുകയാണ്. പകരാന്ന് പറഞ്ഞാൽ ആരാണ്? ആരാ ഇത്? അത് നിങ്ങളുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചല്ല, മൂപ്പര് മേറാജ് പോയപ്പോ അവിടുന്ന് കണ്ടോ സിദ്റത്തുൽ മുന്തഹയുടെ ചോട്ടിലെന്തോ പ്രസംഗിച്ചതാ. അല്ല, ദുനിയാവിൽ തന്നെ, ഭൂമിയിൽ തന്നെ പ്രസംഗിച്ചതല്ല അക്കോലത്തിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, വലിയ വാദുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ ഈ പിഴച്ച സൂഫിവാദങ്ങൾ, ആ സൂഫിവാദങ്ങൾ അവതരിപ്പിക്കുകയും ദീനിന് വിരുദ്ധമായ തത്വങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും അത് ഒരു സമൂഹം ഏറ്റെടുക്കുകയും അതിന്റെ വാഗ്ദാക്കളായി ഇവർ മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോ പിടിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇവർ ഒഴിഞ്ഞു മാറുകയാണ്. കാന്തപുരത്തിന്റെ ഡയാലിസിസ് കേസ് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കാന്തപുരത്തിന്റെ ഡയാലിസിസോ? അപ്പോ പറഞ്ഞ മറുപടി എന്താണ്? അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ വിഷയം പറഞ്ഞപ്പോ AP സമസ്തക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ തള്ളുന്നു, ഇവരാരും ഇങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, AP ഉസ്താദ് ഈ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അത് ഡയാലിസിസ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ടൊരു സംഭാഷണം നടക്കുമ്പോൾ ഓനോട് ഇനി ഡയാലിസിസ് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞേക്ക്, അവിടെ മടവൂരിന്റെ എന്തോ ഒരു സാധനം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുന്ന AP ഉസ്താദിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. AP ഉസ്താദ് സമസ്തക്കാരനാണോ അതോ അദ്ദേഹത്തെയും തള്ളോ? എങ്ങനെയാണ്? അതുകൂടി ഒന്ന് പറഞ്ഞുതരൂ. ബഷീർ, ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. ഞാൻ നേരത്തെ നിങ്ങൾ പ്ലേ ചെയ്ത ആ ദൃശ്യത്തിലെ ഉസ്താദിനെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞത്, അല്ല, ഉസ്താദിനെ നിങ്ങൾ തള്ളിയല്ലോ, ഔദ്യോഗിക ഭാരവാഹി അല്ലാന്ന് പറഞ്ഞു. AP ഉസ്താദും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഡയാലിസിസ് സംബന്ധിച്ച്. ആളല്ല എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. യാതൊരു ഔദ്യോഗിക ചുമതലയിലും ഉള്ള ആളല്ല എന്നാണ്. ഒരു വലിയ സമൂഹം, വലിയൊരു സംഘടന എന്ന അർത്ഥത്തിൽ അതിന്റെ വീഡിയോയെ കുറിച്ചല്ല പറഞ്ഞത്. AP ഉസ്താദ് ഡയാലിസിസ് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇവിടെ കറങ്ങി നടപ്പുണ്ട്. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വീഡിയോ ഇപ്പൊ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത് ഉസ്താദ് തള്ളുമോ ഇല്ലേ? തള്ളണ്ടേ? നിങ്ങൾ പറഞ്ഞ അതേ മാനദണ്ഡം വെച്ചിട്ടാണ് സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചികിത്സാ സംവിധാനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഉണ്ട്, വീഡിയോ വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഒരു കഷ്ണം അത് വെട്ടിമുറിച്ച് ക്ലിപ്പാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ ഒരു വീഡിയോ വന്നപ്പോ ഉസ്താദിനെ തള്ളി, AP ഉസ്താദ്, AP എന്ന സംഘടനയുടെ തന്നെ മുതലാളി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോയെ തള്ളി. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. എന്തിനാ ഈ എടുത്താവങ്ങാത്ത പണിക്ക് നിൽക്കുന്നത്? അപ്പൊ ക്ലിപ്പ് ഇത് എവിടെ പറഞ്ഞു ഉസ്താദ്? ഇതാണ് ദുർഗതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചൊരു വഴിയുടെ ഉണ്ട്. അത് വളരെ കൃത്യമായ വഴിയാണ്. ആ വഴിക്ക് സമാന്തരം പുരോഹിതന്മാർ വിട്ടൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഏതു കാലഘട്ടത്തിലും ഈ ഉമ്മത്തിന് ദോഷമുണ്ടാക്കുന്നത്.
ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഈ ഉമ്മത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കുവാനോ ഒക്കെയുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്ന ഇത്തരം പൗരോഹിത്യത്തിന്റെ ഇടപെടലുകളാണ്. അവസാന നിമിഷത്തിൽ പിടിക്കപ്പെടുമ്പോ ഒഴിഞ്ഞുമാറുന്ന ദുരന്തം. എന്നാൽ മറ്റവസരങ്ങളിൽ ഈ പിഴച്ച സൂഫിസത്തിന്റെ സർവ്വവിദണ്ഡവാദങ്ങളും അവതരിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രതിഭാസം, ഇതിനെതിരെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിർവഹിക്കാനുള്ള വലിയൊരു ദൗത്യം. ഈ വിഷയത്തിൽ ഇസ്ലാമിന് വളരെ കൃത്യമായ നിലപാടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, മാ അൻസലല്ലാഹു ദാ ഇല്ല അൻസല ലഹു ശിഫാ. ഏതൊരു രോഗം അല്ലാഹു ഇറക്കിയിട്ടുണ്ടോ അതിന് അല്ലാഹു ശമനം ഇറക്കിയിട്ടുണ്ട്. ലിക്കുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാ അദ്ദാ ബരിഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. ഒരു രോഗത്തിൽ മരുന്ന് പ്രവർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അത് നീങ്ങിപ്പോകും, ആ രോഗം മാറിപ്പോകും. ഇത് ദീനിന്റേതായ ഒരു നിലപാടാണ്. ദീനിന്റെ നിലപാടാണ് എന്ന് പറയുമ്പോ ഈ ഹദീസുകളെ വെച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി അതിന് വിശദീകരണം കൊടുക്കുമ്പോൾ ശറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം ഖാദി ഇയാദിന്റെ ഒരു വാചകം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വഫീഹാ റദ്ദുൻ അലാ മൻ അൻകറ തദാവി ഫീ ഖുലാത്തി സൂഫിയ്യ. ചില അതിരുവിട്ട സൂഫികളുണ്ട്, ചികിത്സയെ തന്നെ വേണ്ട എന്ന് പറയുന്ന, അത് വേണ്ട, ചികിത്സ വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഹോസ്പിറ്റലിൽ പോകേണ്ട, ഡോക്ടറെ കാണണ്ട എന്നൊക്കെ വാദിച്ചുകൊണ്ട് സൂഫിയാക്കളിൽ അതിരുവിട്ട് വരുന്ന ഒരു സംഘം ആളുകൾ, ചികിത്സാ രംഗത്ത് വഴികേടിന്റെ ഈ വർത്തമാനം പറയുന്ന ഒരു സംഘം ആളുകൾ, അവർക്കുള്ള മറുപടി പ്രവാചകന്റെ ഈ ഹദീസിലുണ്ട്. സൂഫി രംഗത്ത്, സൂഫിയത്തിൽ അതിരുവിട്ടുപോയ ഒരു സംഘം, ആ സംഘം പറയുന്ന വിദണ്ഡവാദത്തിന് മറുപടി പ്രവാചകൻ പഠിപ്പിച്ച ഈ ഹദീസിലുണ്ട്. അവര് പറയും, കുല്ലു ശൈഇൻ ബിഖദാഇല്ലാഹി വഖദർ. എല്ലാം നടക്കുന്നത് അല്ലാഹുവിന്റെ ഖദാ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ടതില്ല, ഡോക്ടറെ സമീപിക്കേണ്ടതില്ല, ഹോസ്പിറ്റൽ ആവശ്യമില്ല. ഫലാ ഹാജത ഇല തദാവി. ഒരിക്കലും ഒരു ചികിത്സകന്റെയോ ചികിത്സാരിയുടെയോ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യവും നമുക്കില്ല എന്ന് പറയുന്ന അതിവിട്ട സൂഫികളുടെ പിഴച്ച വാദത്തിലുള്ള മറുപടി പ്രവാചകന്റെ ഈ ഹദീസിലുണ്ട് എന്ന് മാത്രമല്ല, ആ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം നബി പറഞ്ഞു, വഫീ ഹാദൽ ഹദീസ് ഇസ്തിഹ്ബാബു ദവാ വഹുവ മദ്ഹബു അസ്ഹാബിനാ വജുംഹൂരി സലഫി വഅമ്മത്തിൽ ഖലഫി. ഇതാണ്, അഥവാ ചികിത്സിക്കുക എന്നുള്ളത് അത് മുസ്തഹബായ കാര്യമാണ്, സുന്നത്തായ കാര്യമാണ് എന്നുള്ളത് ഈ ഹദീസുകളിലൂടെ പിടിക്കപ്പെടുന്നതാണ് എന്ന് പണ്ഡിത ലോകം വ്യക്തമാക്കിയത് കാണാൻ കഴിയും. മാത്രമല്ല, ഈ രംഗത്ത് ഏറ്റവും മാതൃകാപരമായ നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ ഈ അള്ളാഹു നമുക്ക് തന്ന സൗകര്യമായ ചികിത്സയെ ഉപയോഗപ്പെടുത്താൻ, മാത്രമല്ല അതിന് ഏതു വഴിയും സ്വീകരിക്കാൻ. ഏതു വഴിയും സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിജ്ഞാനങ്ങൾ, അറിവുകൾ സ്വായത്തമാക്കാൻ ആവശ്യമായതെല്ലാം ഒരുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോ, പഠിക്കുമ്പോ ഈ രംഗത്ത് അഥവാ മെഡിക്കൽ രംഗത്ത് ഇസ്ലാമിക സമൂഹം കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ അതുകൂടി നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് പൗരോഹിത്യം ഇത്തരം വിദണ്ഡവാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ, മറുഭാഗത്ത് ഇസ്ലാമിക സമൂഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമീങ്ങളും ഒക്കെ ഇസ്ലാമിന് മെഡിക്കൽ രംഗത്ത് അതിന്റെ അപ്ഡേഷൻ നൽകുവാനുള്ള വിവരങ്ങളുമായി കടന്നു വരികയാണ്. മുസ്ലിം ഉമ്മത്തിന് അത്തരം ആളുകളുടെ ഉപദേശങ്ങൾ ആവശ്യമില്ല ആ രംഗത്ത്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ അറബികളായ ആളുകൾ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ സ്വീകരിച്ച ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ-ഇസ്വാബ ഫി തംയീസ് സ്വഹാബ ആ ഗ്രന്ഥത്തിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത് കാണാൻ കഴിയും. അൽ ഹാരിത്ത് ഇബ്നു കലദ എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സ്വഹാബത്തിനിടയിൽ, അറബികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു ഡോക്ടർ എന്നതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അറബികൾക്കിടയിൽ അറിയപ്പെട്ട ഡോക്ടറായതുപോലെ അദ്ദേഹത്തിന്റെ മകൻ ആ ഇബ്നു കലദ എന്ന് പറയുന്നയാള് അദ്ദേഹം ഡോക്ടറായി കടന്നു വന്നത് കാണാൻ കഴിയും. മാത്രമല്ല, അദ്ദേഹം മുസ്ലിമായിരുന്നു എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ നദർ ഇബ്നു ഹാരിത്ത് ഇബ്നു കലദ അദ്ദേഹം തന്റെ പിതാവിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഡോക്ടറായി കടന്നു വന്ന് അദ്ദേഹം ഈ പറയുന്ന മെഡിക്കൽ രംഗത്ത് ഇടപെടുകയും മെഡിസിൻ അതിനെ സംബന്ധിച്ച വിജ്ഞാനങ്ങൾ, അറിവുകൾ കൈമാറപ്പെടുകയും ചെയ്തത് കാണാൻ കഴിയും ഇസ്ലാമിക ലോകത്ത്. മാത്രമല്ല, അബ്ദുൽ മലിക് ഇബ്നു അബ്ജർ അൽ കിനാനി എന്ന് പറയുന്ന ഡോക്ടറെ ഇസ്ലാമിക ലോകം പരിചയപ്പെടുന്നത് കാണാൻ കഴിയും. അതുപോലെ ഇബ്നു അബി റംസ തമീമി എന്ന് പറയുന്ന ഡോക്ടറെ ഇസ്ലാമിക ലോകം പരിചയപ്പെടുന്നത് കാണാൻ കഴിയും. അറിയപ്പെട്ട ഡോക്ടറായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹയെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും.
ഇസ്ലാമിക രംഗത്ത് തന്നെ അറിയപ്പെട്ട ഒരുപാട് ആളുകൾ, ശമർദൽ എന്ന് പറയുന്ന ഡോക്ടർ, മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ലിമാദ് ബിൻ തഅലബ അൽ അസ്ദി എന്ന് പറയുന്ന ഡോക്ടർ, ഇങ്ങനെ മെഡിക്കൽ രംഗത്ത് അഥവാ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട വൈദ്യവൈജ്ഞാനികങ്ങളിൽ പ്രാവീണ്യം നേടിയ ആളുകളും അവർ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകളും അതിന് ഇസ്ലാമിക സമൂഹം നൽകിയ പ്രോത്സാഹനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും നൽകിയ അതിനുള്ള പിന്തുണയും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ഉമ്മു അത്തിയത്തുൽ അൻസാരിയ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ, ആ മകൾ മരിച്ച വേളയിൽ അവരെ കുളിപ്പിക്കുവാൻ പ്രവാചകൻ ഏൽപ്പിച്ച ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ കഴിയും. അവർ യുദ്ധവേളകളിൽ പോലും അവിടേക്ക് ഇടപെട്ടുകൊണ്ട് അവിടെ ആവശ്യമായ രോഗികൾക്ക് ആവശ്യമായ ചികിത്സകൾ നൽകിയത്, മുറിവേറ്റ് വീഴുന്ന ആളുകൾക്ക് മുറിവേറ്റ് വീഴുന്ന ആളുകൾക്ക് ചികിത്സ നൽകിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിതം പങ്കിട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പോലും, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് നമുക്കറിയാം, ആയിഷ ബീവിയിൽ നിന്ന് വരുന്ന ഹദീസുകളിൽ അസ്സഹുൽ അസാനീദ് അല്ലെങ്കിൽ സിൽസിലത്തു ദഹബിയ എന്ന പരമ്പരയിലൂടെ വരുന്ന ആ റിപ്പോർട്ടുകൾ, അതിൽ ഒന്ന് ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് വരുന്ന ഉർവയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉർവയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ്. ആ ഉർവ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ അവർ ചോദിക്കുന്നത്? യാ ഉമ്മത ലാ അഅജബു മിൻ ഫിഖ്ഹിക അഖൂലു സൗജത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഉമ്മ, നിങ്ങൾ ഫിഖ്ഹിൽ വിവരമുള്ള ആളാണ്, ദീനി വിജ്ഞാനങ്ങൾ വിവരമുള്ള ആളാണ്, അതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. മാത്രമല്ല വലാ അഅജബു മിൻ ഇൽമിക ബിശ്ശിഅർ, കവിതയിൽ നിങ്ങൾക്ക് പ്രാവീണ്യമുണ്ട്, അതിലും എനിക്ക് അത്ഭുതമില്ല. കാരണം അഖൂലു ഇബ്നതു അബീ ബക്കർ, നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കവിയത്രയായതിൽ എനിക്ക് അത്ഭുതമില്ല. വലാകിൻ അഅജബു മിൻ ഇൽമിക ബിത്തുബ്ബി, എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നത് നിങ്ങൾ മെഡിസിൻ എവിടുന്നാണ് പഠിച്ചത്, ഇൽമു തിബ്ബ് എവിടുന്നാ പഠിച്ചത്, അതെവിടുന്നാ നിങ്ങൾക്ക് കിട്ടിയത് എന്ന് മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുന്നത് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ മഹദി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിനുള്ള അവസരം എനിക്ക് ഒരുക്കിയത് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് പറഞ്ഞ വെറ്റില എഴുതി കൊടുക്കലല്ല, അതല്ലെങ്കിൽ ഐക്കല്ലും ഉറൂക്കും നൂലുമൊക്കെ കെട്ടിക്കൊടുക്കുന്ന ഏർപ്പാടല്ല. നേരെ മറിച്ച് വളരെ കൃത്യമായി മെഡിക്കൽ രംഗത്തെ വിജ്ഞാനീയങ്ങൾ പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയും മഹദി അവർ അത് പഠിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അത് ഇസ്ലാമിക ചരിത്ര വിജ്ഞാനീയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് വന്ന ഖലീഫമാർ അവരാണ് ആദ്യമായി ഏറ്റവും മോഡേണായ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചത്. ആ ഹോസ്പിറ്റലുകൾ തന്നെ രണ്ടു തരം, ഒന്ന് സാബിത്തുൻ വ മഹ്മൂൽ എന്ന് രേഖപ്പെടുത്തിയത് കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ചലിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതേ രണ്ടു തരം ഹോസ്പിറ്റൽ, മൊബൈൽ ഹോസ്പിറ്റലുകൾ, മൊബൈൽ ഡിസ്പെൻസറികൾ ഇസ്ലാമിക ലോകത്തെ ഖലീഫമാർ നിർമ്മിച്ചത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അതിന് അവർക്ക് ഏറ്റവും അധികം പ്രചോദനം കിട്ടിയത് രണ്ടു തരം സ്ഥാപിതായ ഹോസ്പിറ്റലും മഹ്മൂലായ ഹോസ്പിറ്റലുകളും അവർ നിർമ്മിക്കുമ്പോ അവർക്ക് ഈ ചലിക്കുന്ന മൊബൈൽ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുവാൻ പ്രചോദനമായത് ഖന്തഖിൽ മുറിവേൽക്കുന്നവർക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച തമ്പായിരുന്നു ആദ്യമായി അവർക്ക് അതിന് പ്രചോദനം കിട്ടിയത് എന്നവർ വിവരിക്കുന്നത് കാണാൻ കഴിയും. അഥവാ ഖന്തഖിന്റെ രണഭൂമിയിൽ മുറിവേറ്റ് വരുന്നവർക്ക് ചികിത്സിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് മാതൃകയാക്കി ചലിക്കുന്ന ഹോസ്പിറ്റലുകൾ അവർ നിർമ്മിച്ചു കൊണ്ടുവന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മുറിവേറ്റ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നരമ്പ് മുറിഞ്ഞു പോയ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഒരു തമ്പിൽ കൊണ്ടുപോയി ചികിത്സിച്ച ആ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് പിന്നീട് വന്ന ഖലീഫമാര്, രാജാക്കന്മാര് അത് വികസിപ്പിച്ചത് കാണാൻ കഴിയും. മാത്രമല്ല ആ ചരിത്രം ഇങ്ങനെ വായിച്ചു വരുമ്പോ മഹാനായ ഈസ ഇബ്നു അലിയുൽ ജറാഹ് സിനാൻ ഇബ്നു സാബിത്തിന് ഒരു കത്തിൽ പോലും രേഖപ്പെടുത്തിയ ഒരു വാചകം, ഫക്കർതും ഫീ മൻ ഫിസ് സവാദി മിൻ അഹ്ലിഹി ഫഇന്നഹു ലാ യഖ്ലു അൻ യകൂന ഫീഹി മർളാ ലാ യുശ്രിഫു അലൈഹിം മുതതബ്ബിബ് لخلو سواد من الأطباء فتقدم مد الله في عمرك بانفاذ مطببين وخزانة للأدوية والأشربة يطوفون السواد ويقيمون في كل سقع منه مدة ما تدعو الحاجة إليه ويعالجون من فيه من المرضى ثم ينقلون إلى غيره. أدوى മഹാനായ ഈസ ഇബ്നു അലിൽ ജറാഹ്
സിനാൻ ഇബ്നു സാബിത്ത് എഴുതുകയാണ്, ഈ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ അവർക്ക് മരുന്ന് എത്തിക്കേണ്ടതുണ്ട്. അവർ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളാണ്, അവർക്ക് ആവശ്യമുള്ള ഡോക്ടർമാരില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിൽ മരുന്നുകളായി, അവർക്ക് വേണ്ട ഡോക്ടർമാരുമായി, അവർക്ക് ആവശ്യമായ ചികിത്സകളുമായി അവരിലേക്ക് കടന്നു ചെല്ലണം. എന്നിട്ട് അവിടെ തമ്പടിക്കണം, ഓരോ ഗ്രാമങ്ങളിലും പോയി തമ്പടിക്കണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകുവാനും ഉപദേശിക്കുവാനും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാനും ഒക്കെ ഇസ്ലാമിക ലോകത്ത് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകൾ നടത്തിയ പരിശ്രമങ്ങളും സേവനങ്ങളും ഒക്കെ മാത്രം വിശദീകരിക്കുന്ന വളരെ പ്രൗഢമായ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക ലോകത്ത് വായിക്കാൻ കിട്ടുകയാണ്. ഇന്ന് കാണുന്ന മോഡേൺ ടെക്നോളജികളുള്ള ഹോസ്പിറ്റലുകൾക്ക് സമാനമായി 1000, 2000, 3000 ആളുകളെ ചികിത്സിക്കുന്ന വമ്പൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവർ നിർമ്മിച്ചത്, അവർ മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചത്, അവിടെ പഠിപ്പിക്കുവാൻ വേണ്ടി അവർ വെച്ച ഓരോരോ ഉപാധികൾ, നിബന്ധനകൾ, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് വേറെ ഡിവിഷൻ ചെയ്തുകൊണ്ട് അവർ നടത്തിയ പഠനങ്ങൾ, ഗവേഷണങ്ങളൊക്കെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ മെഡിക്കൽ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട അറിവുകൾ നേടുകയും അതിന് മറ്റു രാജ്യങ്ങളിൽ പോവുകയും, നമുക്കറിയാം ഹാറൂൺ റഷീദിന്റെ ചരിത്രം വായിക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോലും ആയുർവേദ വൈദ്യന്മാരെ കൊണ്ടുപോയി ചികിത്സിച്ചത് ഹാറൂൺ റഷീദിന്റെ ചരിത്രമടക്കം, ആ ചരിത്രത്തിലടക്കം വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ആ ഹാറൂൺ റഷീദിനെ ചികിത്സിക്കാൻ പോയ ഡോക്ടർമാരിൽ നിന്ന് വൈദ്യം അവർ പകർത്തിയെഴുതി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പ്രചരിപ്പിച്ചതുമൊക്കെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമെങ്കിൽ, ഈ രംഗത്ത് ഇസ്ലാമിക ആ സമൂഹത്തിന് വളരെ കൃത്യമായ നിലപാടുണ്ട്. എന്നാൽ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ കടന്നു വരുന്ന പുരോഹിതന്മാർ ഏതു കാലഘട്ടത്തിലും മനുഷ്യർക്ക് ബാധിക്കുന്ന രോഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലവിധ ചികിത്സകളും അല്ലെങ്കിൽ വൈദ്യന്മാരായി സമീപിച്ചുകൊണ്ട് കടന്നു ചെന്നുകൊണ്ട് ആളെ കൊല്ലുന്ന വൈദ്യം അവതരിപ്പിച്ച് കൊണ്ടുപോകുന്നത്. തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനം ഇന്നലകളിൽ അതിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ നിർവഹിച്ചു പോരുന്ന ജിഹാദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജിഹാദ് ഈ മുറിവൈദ്യന്മാരിൽ നിന്നും, മുറിവൈദ്യത്തിൽ നിന്നും, സൂഫികളുടെ ഈ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്തി യഥാർത്ഥമായ ദീൻ പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയതലങ്ങളെ ജനങ്ങൾക്ക് കൈമാറുക എന്നതാണ്. ആ ദൗത്യം ഇന്നും ഏറ്റവും ശക്തമായി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി, നമ്മുടെ നവോത്ഥാനവുമായി, ഇസ്ലാഹുമായി മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയിക്കുവാനും ഏറ്റവും ഹൈറായ രൂപത്തിൽ അത് അവതരിപ്പിക്കുവാനും സമൂഹത്തിൽ അതുവഴി മാറ്റമുണ്ടാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.